എങ്ങനെയാണ് കാശിറക്കി കാശുണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഈ കാശുകാരന്റെ പ്രശ്നങ്ങളെന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് പറഞ്ഞാൽ ഇവൻ പോളിസി എടുക്കും, എന്തിനുള്ള ഈ കാശുകാരുടെ അടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പോളിസി തരണേ എന്ന് പറഞ്ഞാൽ എടുക്കത്തില്ല. കാരണം എന്താ, അവൻ കാശിറക്കുന്നുണ്ടെങ്കിൽ അവൻ പോളിസി എടുത്ത് അവൻ ചാരിറ്റി ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, സാറേ എനിക്ക് MDRT ആവേണ്ടതാ, എനിക്കൊരു പോളിസി തരണേ. ഇറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ചാരിറ്റി. ശരിയാണോ? ഞാൻ അത് ചെയ്യത്തില്ല, പകരം 5 പിള്ളേരുടെ കല്യാണം നടത്തും. അതാണ് കാശുള്ളവരുടെ പരിപാടി. അവരെന്തേ ചെയ്യൂ, അത് അവർക്കും കൂടെ ഗുണം വരുന്ന രീതിയിൽ ഞാൻ പോളിസി തന്ന് നിങ്ങളെ MDRT ആക്കിയെന്ന് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ അറിയത്തുള്ളൂ. മറ്റേതോ 10 പേരെ അറിയിക്കുക, ഇതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയ്യടിയൊക്കെ മേടിക്കുക. ഏതാ? കാശുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. കാരണം ആ ഇമോഷനിൽ വീഴുന്നവരല്ല അവർ. ഇമോഷൻ വെച്ചിട്ട് അവരെന്ത് ചെയ്യില്ല, ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം കാശുള്ളവർ ചെയ്യുന്ന എന്താണെന്നറിയോ, ദേ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവർ നന്നായിട്ട് പഠിക്കും. ചാടിക്കേറി അവർ പോളിസി എടുക്കത്തില്ല. അവരെന്താ പറയും, ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അയക്കുക, ഞാനൊന്ന് പഠിക്കട്ടെ. അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടേ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പോളിസി എടുക്കത്തുള്ളൂ. എത്ര വിശ്വാസം സാറിലുണ്ടെന്ന് പറഞ്ഞാലും അവർ പറയും താ. എന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ ടീംസുമായിട്ടിരുന്ന് സംസാരിക്കും, പഠിക്കും. അതവർക്ക് ഗുണമെന്ന് കണ്ടാൽ അവരും എടുക്കും, അവരെ പോലുള്ള 10 പേരോട് പറയുകയും ചെയ്യും. ഇത് ചീഫ് കസ്റ്റമറോ അവനും എടുക്കത്തില്ല. അവൻ പറയുകയും ചെയ്യുക, കഥ അടച്ചു പറയും, അതുകൊണ്ട് വരുന്നില്ല, പെണ്ണുപിള്ള ഇല്ല, ഇത് ആശം പിടിക്കാം പറഞ്ഞാലും കേൾക്കത്തില്ല ഇവരോട്. ഇതാര് പറയും? ചീഫ് കസ്റ്റമർ. ചീഫ് കസ്റ്റമർ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ എന്തോ പാടാന്നറിയുമോ? ഇവരങ്ങ് ബിസിയാ. കാശുള്ളവൻ അപ്പോയിൻമെന്റ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കും. മറ്റവൻ കഥ പോലും തുറക്കത്തില്ല. ഏതാ? അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയും. അതാണ് ചീഫ് കസ്റ്റമർ. ഇവരുമായിട്ട് സഹകരിച്ചാൽ, ഇവരെ കസ്റ്റമറാക്കാൻ ശ്രമിച്ച ജന്മം കോഞ്ചാട്ടയാവുന്ന അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ഏജന്റ് ആവാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആരെയാ ഫോക്കസ് ചെയ്യേണ്ടത്? ഫോക്കസ് ഓൺ പീപ്പിൾ വിത്ത് സ്കിൽ ആൻഡ് മണി. സ്കില്ല് കൊടുത്ത് കാശുണ്ടാക്കുന്നവനെ ഫോക്കസ് ചെയ്യാം, കാശിറക്കി കാശുണ്ടാക്കുന്നവനെ ഫോക്കസ് ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. ഇവിടെ നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടേ. നമ്മൾ പറഞ്ഞില്ലേ, ഏത് ടൈം ഫോർ മണി? ലോകത്ത് 89% ആളുകൾ ജീവിക്കുന്നത് അവരുടെ സമയം കൊടുത്തിട്ടാ. 89% ആളുകൾ വരുമാനം കണ്ടെത്തുന്നത് അവരുടെ സമയം കൊടുത്തിട്ടാ.